Dear students, Chemistry in Everyday Life എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. Chemistry plays an important role in raising the standards of human life. നമ്മുടെ ഹ്യൂമൻ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുവാണ് എങ്കിൽ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മുടെ ലൈഫിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നിലവാരം ഉയർത്താനായിട്ട് കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് വഹിക്കുക. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് കെമിസ്ട്രി ഇൻ 3 ഏരിയാസ്. അത് പ്രധാനമായിട്ടും നമ്മൾ കാണാൻ പോവുക മെഡിസിൻസ്, പിന്നെ ഫുഡ് മെറ്റീരിയൽസ്, ക്ലെൻസിങ് ഏജൻറ്റ്സ്, അങ്ങനെ 3 ടോപ്പിക്കിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ ഈ ഒരു കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ അതിൻ്റെ അകത്ത് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ്. ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസിൽ ഫസ്റ്റ് ഡ്രഗ്സ് ആണ്. എന്താണ് ഡ്രഗ്സും മെഡിസിൻസും തമ്മിലുള്ള ആ ഡിഫറൻസ്, അതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോവുക. ഡ്രഗ്സ് ആർ കെമിക്കൽസ് ദാറ്റ് ആർ കേപ്പബിൾ ടു പ്രൊഡ്യൂസ് ബയോളജിക്കൽ റെസ്പോൺസ്. ഡ്രഗ്സ് എന്ന് പറയുന്നത് കെമിക്കൽസ് ആണ്, ബയോളജിക്കൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിവുള്ള കെമിക്കൽസിനെയാണ് നമ്മൾ ഡ്രഗ്സ് എന്ന് പറയുക. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾ, ആസ്പിരിൻ, അതൊക്കെ ഈ ഒരു ഡ്രഗ്സിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അതേസമയം മെഡിസിൻസ്, എന്താണ് മെഡിസിൻസ്? മെഡിസിൻസ് ആർ കെമിക്കൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. രോഗവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡയഗ്നോസിസിന് അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ആ രോഗം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ആ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മെഡിസിൻസ് എന്ന് പറയുക. അപ്പോൾ അവിടെ വരുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് കീമോതെറാപ്പി. യൂസ് ഓഫ് കെമിക്കൽസ് അല്ലെങ്കിൽ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് നമ്മൾ തെറാപ്റ്റിക് ഇഫക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ കീമോതെറാപ്പി അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് പർപ്പസിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീമോതെറാപ്പി. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്. അപ്പോൾ ഈ ഡ്രഗ്സിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് 4 ആയിട്ടാണ്. അതിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഫാർമക്കോളജിക്കൽ ഇഫക്റ്റ്, സെക്കൻഡ് വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്രഗ് ആക്ഷൻ, തേർഡ് വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് കെമിക്കൽ സ്ട്രക്ചർ, ഫോർത്ത് വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് മോളിക്കുലർ ടാർഗറ്റ്സ്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഫാർമക്കോളജിക്കൽ ഇഫക്റ്റ്. ഈ ഫാർമക്കോളജിക്കൽ ഇഫക്റ്റിൻ്റെ ആ പേരിൽ തന്നെയുണ്ട്. അത് പ്രധാനമായിട്ടും യൂസ്ഫുൾ ആയിരിക്കുന്ന ഡോക്ടേഴ്സിനാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡോക്ടേഴ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് ദം ദ ഹോൾ റേഞ്ച് ഓഫ് ഡ്രഗ്സ് അവൈലബിൾ ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഡ്രഗ്സാണ് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് നമ്മൾ യൂസ് ചെയ്യുക, അതിനൊക്കെ ആണ് ഈ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വരിക. അതായത് ഇപ്പോൾ പെയിൻ കില്ലറായിട്ട് നമ്മൾ പെയിൻ കില്ലിംഗ് ഇഫക്റ്റ്, അതിന് നമ്മൾ പൊതുവേ അനാൽജസിക്സ് എന്നാണ് പറയുക. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ഡ്രഗ്സാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ ഇപ്പം മൈക്രോബിയൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെയൊക്കെ ആ ഒരു ആക്ടിവിറ്റിയൊക്കെ അല്ലെങ്കിൽ ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ അവയുടെ ആ ഒരു അവ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സാണ് ആൻറ്റിസെപ്റ്റിക്സ്. നമുക്കറിയാം ആൻറ്റിസെപ്റ്റിക്, ഡെറ്റോളൊക്കെ ആൻറ്റിസെപ്റ്റിക്കിൻ്റെ അകത്ത് ആൻറ്റിസെപ്റ്റിക് ലോഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാറ്റഗറി പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഏത് പ്രോബ്ലം ആണ് അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെൻറ്റിനാണ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏത് പ്രോബ്ലത്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ തീരുമാനിക്കുന്നതാണ് ഈ ഒരു കാറ്റഗറി എന്ന് പറയുക. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഡ്രഗ് ആക്ഷൻ. It is based on the action of a drug on a particular biochemical process. ഒരു പർട്ടിക്കുലർ ബയോകെമിക്കൽ പ്രോസസ്സിലുള്ള ഡ്രഗിൻ്റെ ആക്ഷൻ ഏത് രീതിയിലാണ് ആ ഡ്രഗ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പെടുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻറ്റിഹിസ്റ്റമീൻസ് ഇൻഹിബിറ്റ് ദ ആക്ഷൻ ഓഫ് ഹിസ്റ്റമീൻ വിച്ച് കോസസ് ഇൻഫ്ലമേഷൻ ഇൻ ദി ബോഡി. നമുക്കറിയാം ആൻറ്റിഹിസ്റ്റമീൻസ് അത്
എന്തിനാണ് ഉപയോഗിക്കുക? ഹിസ്റ്റമീൻ നമ്മുടെ ബോഡിയിൽ അലർജിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഹിസ്റ്റമീൻസ്. അപ്പോൾ ആ ഹിസ്റ്റമീൻസിൻ്റെ ആ ഒരു ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ആൻറ്റിഹിസ്റ്റമീൻസ്. അപ്പോൾ ആൻറ്റിഹിസ്റ്റമീൻസ് ഇൻഹിബിറ്റ് ദ ആക്ഷൻ ഓഫ് ഹിസ്റ്റമീൻ വിച്ച് കോസസ് ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി. അപ്പോൾ അതാണ്, അല്ലെങ്കിൽ ആ ആൻറ്റിഹിസ്റ്റമീൻസിൻ്റെ ആ ഒരു ആക്ഷൻ എങ്ങനെയാണ് ബോഡിയിൽ നടക്കുക, അല്ലെങ്കിൽ ഹിസ്റ്റമീന് എതിരായിട്ട് എങ്ങനെയാണ് ഇവ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ സ്റ്റഡി ചെയ്യുക. Then third one, mainly based on the chemical structure. അപ്പോൾ കെമിക്കൽ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ ഡ്രഗിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിൻ്റെ ബേസിസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. ഡ്രഗ്സ് വിത്ത് കോമൺ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആൻഡ് ഓഫൺ ഹാവ് സിമിലർ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ കോമൺ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉള്ള അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഉള്ള ഡ്രഗ്സ് കാണും. അവയ്ക്ക് ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റിയും ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൾഫ ഡ്രഗ്സ് അല്ലെങ്കിൽ sulphonamides ഒക്കെ ആ ഒരു അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നവയാണ്. അപ്പോൾ ഇവയുടെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് സെയിം ആയിരിക്കും, കോമൺ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഡ്രഗ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ അവയുടെ ഫാർമക്കോളജിക്കൽ ഇഫക്റ്റും ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റിയും ഏകദേശം ഒരുപോലെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ്, നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മോളിക്കുലർ ടാർഗറ്റ്സ്. മോളിക്കുലർ ടാർഗറ്റ്സിൻ്റെ ബേസിസിൽ ഡ്രഗ്സ് യൂഷ്വലി interact with biomolecules such as carbohydrates, lipids, proteins and nucleic acids. അപ്പോൾ ഈ ഡ്രഗ്സ് സാധാരണഗതിയിൽ നമ്മുടെ ബോഡിയിലെ ബയോമോളിക്യൂൾസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ് ഇവയൊക്കെ ആയിട്ട് ഒരു ആക്ഷനുണ്ട് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവയെ, അതായത് ഈ ഒരു മോളിക്യൂൾസിനെ നമ്മൾ ടാർഗറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഡ്രഗ് ടാർഗറ്റ്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഡ്രഗ്സ് പൊസസിങ് സം കോമൺ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് മേ ഹാവ് ദ സെയിം മെക്കാനിസം ഓഫ് ആക്ഷൻ ഓൺ ഡ്രഗ്സ്. ഡ്രഗ്സിന് കോമൺ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആണ് എങ്കിൽ അവയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ടാർഗറ്റ്സിലുള്ള മെക്കാനിസം ഓഫ് ആക്ഷനും സെയിം ആയി. അപ്പോൾ അതാണ് ഈ ഒരു ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ്, അതിൻ്റെ അകത്ത് ഡ്രഗ് ടാർഗറ്റ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഡ്രഗും എൻസൈമും തമ്മിലുള്ള ആക്ഷനാണ് അല്ലെങ്കിൽ ഇൻട്രാക്ഷനാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ പ്രധാനമായിട്ടും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ഹൗ ഡു എൻസൈംസ് കാറ്റലൈസ് ദ റിയാക്ഷൻ, അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ എൻസൈം പ്രധാനമായിട്ടും എൻസൈമിന് ഈ കാറ്റലൈറ്റിക് ആക്ടിവിറ്റിയിൽ 2 മേജർ ഫങ്ഷൻസ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോവുക. The first function of an enzyme is to hold the substrate for a chemical reaction. കെമിക്കൽ റിയാക്ഷനിൽ ഒരു സബ്സ്ട്രേറ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ള ഫങ്ഷനാണ് ഈ എൻസൈംസിൻ്റെ ഫസ്റ്റ് ഫങ്ഷനായിട്ട് വരിക. അതായത് ഈ എൻസൈംസിൻ്റെ ആക്റ്റീവ് സൈറ്റ്സിൽ സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ അതിൻ്റെ സ്യൂട്ടബിൾ പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിർത്തണം. അപ്പോൾ അതാണ് ഈ ഒരു ഫങ്ഷൻ കൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ റിയേജൻറ്റിന് ഇഫക്റ്റീവായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് അതുവഴി സാധിക്കും. അപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് പ്രധാനമായിട്ടും ഹൈഡ്രജൻ ബോണ്ടിങ്, അയോണിക് ബോണ്ടിങ് അതൊക്കെ വഴിയാണ്. അപ്പോൾ ആ സബ്സ്ട്രേറ്റ് മോളിക്യൂള് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഒരു ഡ്രഗിന് അല്ലെങ്കിൽ റിയേജൻറ്റിന് ഇഫക്റ്റീവായിട്ട് അതിലേക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. The second function of an enzyme is to provide functional groups that will attack the substrate and carry out chemical reaction. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഫങ്ഷൻ. അതുവഴിയായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് നടക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദ കെമിക്കൽസ് ഓർ ഡ്രഗ്സ് ദാറ്റ് ഷട്ട് ഓഫ് എൻസൈം ആക്ഷൻ. അപ്പോൾ എൻസൈം ആക്ഷനെ തടസ്സപ്പെടുത്തുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ ഡ്രഗ്സിനെയാണ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ദേ ക്യാൻ ബ്ലോക്ക് ദ ബൈൻഡിങ് സൈറ്റ് ഓഫ് ദി എൻസൈം ആൻഡ് പ്രിവെൻറ്റ് ദ ബൈൻഡിങ് ഓഫ് സബ്സ്ട്രേറ്റ് ഓർ ക്യാൻ ഇൻഹിബിറ്റ് ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ദി എൻസൈം.
Drugs inhibit the attachment of substrate on active site of enzymes in two different ways. ഈ സബ്സ്ട്രേറ്റിൻ്റെ അറ്റാച്ച്മെൻറ്റിനെ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ഡ്രഗ്സ് തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ ആ കെമിക്കൽസ് തടസ്സപ്പെടുത്തുന്നത്. അത് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ, സെക്കൻഡ് വൺ നോൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ. ഫസ്റ്റ് വൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ. അപ്പോൾ നിങ്ങൾ ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വന്ന് അറ്റാച്ച് ചെയ്യാൻ പാകത്തിനുള്ള ആക്റ്റീവ് സൈറ്റാണ് ആ എൻസൈമിലുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഡ്രഗ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഡ്രഗ്സും സബ്സ്ട്രേറ്റും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുകയും അപ്പോൾ അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ഡ്രഗ്സ് അറ്റാച്ച് ചെയ്യുകയും ചെയ്യും. അതുവഴിയായിട്ട് അവിടെ ആ ഇൻഹിബിഷൻ നടക്കും. അപ്പോൾ ഡ്രഗ്സും സബ്സ്ട്രേറ്റും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ അവിടെ നടന്നിട്ട് ഡ്രഗ്സ് കയറി ആ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ അറ്റാച്ച് ചെയ്യും. അങ്ങനെ ആ ഒരു ഫർദർ റിയാക്ഷൻ നടക്കാതെ വരികയും അതിനെ തടസ്സപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഡ്രഗ്സ് സച്ച് ഡ്രഗ്സ് ആർ കോൾഡ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നോൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ ആണ്. അപ്പോൾ ഇവിടെ ചില ഡ്രഗ്സ് നമ്മൾ നേരത്തെ കണ്ടു, ഡ്രഗ്സ് ആക്റ്റീവ് സൈറ്റിൽ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടു, അല്ലെങ്കിൽ ആ ഒരു പ്ലേസിലേക്ക് വരുന്നതായിട്ട് കണ്ടു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആക്റ്റീവ് സൈറ്റ് അവിടെ ഉണ്ടാകും, എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് അവിടെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ വേറൊരു സൈറ്റ് എൻസൈമിൽ കാണാം. നിങ്ങൾ ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, അല്ലോസ്റ്റെറിക് സൈറ്റ്. അപ്പോൾ അല്ലോസ്റ്റെറിക് സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ്സ് ആ അല്ലോസ്റ്റെറിക് സൈറ്റിലായിരിക്കും അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ അത് ചെന്ന് ചേരുന്നതിൻ്റെ ഫലമായിട്ട് ആ ആക്റ്റീവ് സൈറ്റിൻ്റെ ഷേപ്പിൽ ചെറിയ ഡിഫറൻസ് വരികയും സബ്സ്ട്രേറ്റിന് അത് സ്യൂട്ടബിൾ അല്ലാതെ വരികയും അങ്ങനെ ആ റിയാക്ഷൻ നടക്കാതെ വരികയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രേറ്റ് അറ്റാച്ച് ചെയ്യുന്നതിനെ ഡ്രഗ്സ് ഇൻഹിബിറ്റ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് റിസപ്റ്റേഴ്സ് ആസ് ഡ്രഗ് ടാർഗറ്റ്സ്. എന്താണ് റിസപ്റ്റേഴ്സ്? Receptors are proteins that are crucial to body's communication process. Receptors എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. അതെന്തിനാണ് നമ്മൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്? ദാറ്റ് ആർ ക്രൂഷ്യൽ ടു ബോഡീസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ബോഡിയിലെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ മജോറിറ്റി ഓഫ് ദീസ് ആർ എംബഡഡ് ഇൻ സെൽ മെംബ്രെയിൻസ്. ദെയർ സ്മോൾ പാർട്ട് പൊസസിങ് active site projects out of the surface of the membrane and opens on the outside region of the cell membrane. നിങ്ങൾ അതിൻ്റെ ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ സെൽ മെംബ്രെയിനിൽ എംബഡഡ് ആയിട്ടാണ് ഈ റിസപ്റ്റേഴ്സ് സാധാരണ കാണപ്പെടാറുള്ളത്. അപ്പോൾ ഫിഗറിൽ നിന്ന് അത് വ്യക്തമാണ്. അപ്പോൾ അതിൽ ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ആക്റ്റീവ് സൈറ്റിലേക്ക് ഈ സബ്സ്ട്രേറ്റ് വന്ന് അറ്റാച്ച് ചെയ്തിട്ടാണ് അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുക. അപ്പോൾ നമ്മുടെ ബോഡിയിൽ മെസ്സേജസ് പാസ് ചെയ്യുന്നത്, അതായത് രണ്ട് ന്യൂറോൺസ് തമ്മിലും അല്ലെങ്കിൽ ന്യൂറോൺസും മസിൽസും തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചില കെമിക്കൽസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് നടക്കുക. അപ്പോൾ ആ കെമിക്കൽസിനെ നമ്മൾ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് പറയും. These chemical messengers received at the binding sites of receptor proteins. അപ്പോൾ നമ്മൾ കണ്ടു ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമുണ്ട് റിസപ്റ്റേഴ്സിൽ. ആക്റ്റീവ് സൈറ്റ് എന്ന് പറയും. ആക്റ്റീവ് സൈറ്റിലേക്ക് ആ സബ്സ്ട്രേറ്റ് പോലുള്ള സംഭവം, അത് ഇവിടെ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്നാണ്. അപ്പോൾ ആ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് വരുമ്പോൾ ആ റിസപ്റ്ററിൽ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് അവിടെ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ആ ബോഡിയിൽ അല്ലെങ്കിൽ രണ്ട് ന്യൂറോൺസ് തമ്മിൽ അല്ലെങ്കിൽ ന്യൂറോൺസും മസിൽസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുക. അപ്പോൾ ഈ റിസപ്റ്റേഴ്സിൻ്റെ ആക്റ്റീവ് സൈറ്റ്സിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ മെസ്സഞ്ചേഴ്സ് മാത്രമേ വന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിന് സെലക്ടിവിറ്റി ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇവിടെ ഓർക്കേണ്ട രണ്ട് മെയിൻ പോയിൻറ്റ്സാണ് ആൻറ്റഗോണിസ്റ്റും അഗോണിസ്റ്റും. എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കിയാൽ, ആൻറ്റഗോണിസ്റ്റ് എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. ഡ്രഗ്സ് ദാറ്റ് ബൈൻഡ് ടു ദി റിസപ്റ്റർ സൈറ്റ് ആൻഡ് ഇൻഹിബിറ്റ് ഇറ്റ്സ് നാച്ചുറൽ ഫങ്ഷൻസ് ആർ കോൾഡ് ആൻറ്റഗോണിസ്റ്റ്. അപ്പം ഈ റിസപ്റ്റേഴ്സിൻ്റെ
അതിൻ്റെ ആക്റ്റീവ് സൈറ്റ്സിൽ അവിടെ നാച്ചുറൽ ഫങ്ഷനെ തടസ്സപ്പെടുത്താൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് എന്തെന്ന് പറയുക, ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പെയിൻ കില്ലേഴ്സൊക്കെ കഴിക്കും. അപ്പോൾ നമ്മുടെ വേദനയുടെ ആ മെസ്സേജ് അല്ലെങ്കിൽ ആ പെയിൻ ഉണ്ട് എന്നുള്ള ആ മെസ്സേജ് ബ്രെയിനിലേക്ക് ന്യൂറോൺസ് വഴി പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡ്രഗ്സ് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ മെസ്സേജ് പാസ് ചെയ്യുന്നതിനെ അവിടെ ബ്ലോക്ക് ചെയ്യും, ആ ഡ്രഗ് അവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ പറയുക. അപ്പോൾ അങ്ങനത്തെ ഡ്രഗ്സിനെ നമ്മൾ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയും. അതേസമയം അഗോണിസ്റ്റിൻ്റെ കേസിൽ നാച്ചുറൽ മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് പോലെ തന്നെയുള്ള ഡ്രഗ്സ് ഇവിടെ യൂസ് ചെയ്യും. അപ്പോൾ ഈ കെമിക്കൽ മെസ്സഞ്ചേഴ്സിൻ്റെ അഭാവം വരുമ്പോൾ ഈ ഡ്രഗ്സ് ഇതിനെ ഈ മെസ്സേജസ് പാസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഈ അഗോണിസ്റ്റിൻ്റെ കേസിൽ. അപ്പോൾ ദീസ് ആർ യൂസ്ഫുൾ വെൻ ദെയർ ഈസ് ലാക്ക് ഓഫ് നാച്ചുറൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. ഓക്കെ.